വാക്കു പറഞ്ഞവർ വാക്കുമാറും. ചേർത്തു പിടിക്കാമെന്ന് പറഞ്ഞവർ നമ്മെ അകറ്റി നിർത്തും. ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞവർ നമ്മെ അറിയത്തില്ലെന്നൊക്കെ പറയും. അതവരുടെ സാഹചര്യം കൊണ്ടാ. നമ്മെ ചേർത്ത് പിടിച്ചാൽ, നമ്മെ സഹായിച്ചാൽ അവരുടെ ജീവിതം അപകടത്തിലാകുമെന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാ നമ്മെ ചേർത്ത് പിടിക്കാതെ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തുന്നത്. അവരോട് വിഷമം ദുഃഖമൊന്നും വേണ്ട. പത്രോസിന്റെ ജീവിതത്തിലും അത് തന്നെ ഉണ്ടായേ. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ അവനെ അറിയത്തില്ലെന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. സാഹചര്യം കൊണ്ടാ. എന്നാൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് ഊറ്റിത്തന്ന യേശു കർത്താവ്, അങ്ങനെ നമ്മെ സ്നേഹിക്കാൻ മനസ്സ് കാണിച്ച യേശു കർത്താവ് ഇന്ന് നമ്മുടെ ഈ ചെറിയ വിഷയത്തിൽ നമ്മെ തള്ളിക്കളയോ? അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ചെറിയ പ്രതിസന്ധിയിൽ അവൻ നമ്മെ തള്ളിക്കളയും, വാക്കുമാറ്റും എന്നാണോ നാം ചിന്തിക്കണേ? ഇല്ലെന്നേ. അതുകൊണ്ട് അവൻ പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. നിന്റെ ഹൃദയം കലങ്ങിപ്പോകണ്ട. മനുഷ്യരെല്ലാം വാക്കുമാറുമായിരിക്കും, ചേർത്ത് പിടിക്കേണ്ടവർ മാറി നിൽക്കുമായിരിക്കും. സങ്കടപ്പെടണ്ട. നിന്റെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുക. അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശു കർത്താവ് ഒരു നാളും നിന്നെ അനാഥയായി വിടത്തില്ല. ഗോഡ് ബ്ലെസ് യു. ആമേൻ.